ഈ കൺസെപ്റ്റിൽ എങ്ങനെയാണ് ഫ്ലോ സ്റ്റേറ്റിനെ മെൻഷൻ ചെയ്യുന്നത്? ജപ്പാനിൽ അതൊരു കോമൺ ഒക്കുറൻസ് ആണെന്ന് പറയുന്നത്. കാരണം അവർ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യത്തില്ല. അവർ ആ ജോലിനെ ഇഷ്ടപ്പെടുക, അവരുടെ റിട്ടയർമെൻറ്റിനൊരു റൈറ്റ് വേർഡ് ഇല്ല എന്ന് പറയുന്നത്. കാരണം അവർ റിട്ടയർ ചെയ്യത്തില്ല എന്നാണ്. അവർ ഓൾ ദി ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതുകൊണ്ട്. അപ്പം ഫ്ലോ സ്റ്റേറ്റ് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളിയുടെ റിസർച്ചിൽ കണ്ടുപിടിച്ച ജാപ്പനീസ് പീപ്പിൾ ട്രൈ ചെയ്യുന്ന കാര്യങ്ങൾ ദേ വിൽ ഡു സംതിങ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. ഒരിക്കലും ചെയ്യുന്ന കാര്യം ഒരു ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോ സ്റ്റേറ്റ് എത്തത്തില്ല. ഇപ്പം നമ്മൾ എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്തു മടുത്തു എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരിക്കലും ഫ്ലോ സ്റ്റേറ്റിൽ എത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. അതിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു പുതിയ സോഫ്റ്റ്വെയർ ട്രൈ ചെയ്യുക. ഇപ്പോൾ സെയിം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ആഡ് ചെയ്യാനകത്തോട്ട്. അപ്പോൾ ചെറുതായി, പക്ഷേ നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിലുള്ള ഡിഫിക്കൽട്ടിക്ക് പോലെ. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ ഒരു മെക്കാനിക്കൽ കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നൊന്നും വരത്തില്ല, അറിയത്തില്ല. അത് വെച്ചാൽ വെരി അൺഅച്ചീവബിൾ ആയിട്ടൊരു കാര്യം ചെയ്യരുത്. അപ്പോൾ ഒരു ആറ്റമിക് ഹാബിറ്റ്സിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് നമ്മൾ ഇതുപോലെ സ്റ്റീവൻ കോയിയുടെ കാര്യം ചെയ്യുന്നത്, കാരണം എപ്പോഴും ഡു സംതിങ് ബിഗർ ദാൻ അസ്. യെസ്.